രചന ഗംഗോത്രി. ഭാഗം 86. കുറച്ചു സമയം അവിടെ നിശബ്ദമായിരുന്നു. ശരി, അയാളെ കൊണ്ടുപോ. സുമിത്ര വേഗം അയാളെ താങ്ങി പുറത്തേക്ക് നടന്നു. നീ എങ്ങോട്ടാ പോകുന്നത്? അവിടെ നിൽക്ക്. നിന്നെ കാണാൻ ഒരാളിവിടെ കാത്തിരിപ്പുണ്ട്. അവന് നീയെന്ന് വെച്ചാൽ ഭ്രാന്താണ്. നിന്റെ കല്യാണം കഴിഞ്ഞതൊന്നും അവൻ കാര്യമാക്കുന്നില്ല. സുമിത്ര ഒന്ന് ഞെട്ടി. അതാരായിരിക്കും? ഗുണ്ടകളിൽ 2 പേർ ശിവറാമുമായി പുറത്തേക്ക് പോയി. ഞാൻ ഡ്രൈവറെ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ അയാൾ വണ്ടിയുമായി വരും. ഗുണ്ടകളിൽ ഒരാൾ മറ്റേയാളോട് പറഞ്ഞു. അത് വിഷ്ണു ആയിരുന്നു. അവർ പുറത്തേക്ക് ചെന്നപ്പോൾ വണ്ടിയിൽ ഡ്രൈവർ ഇരിപ്പുണ്ട്. അതൊരു സ്വിഫ്റ്റ് കാർ ആയിരുന്നു. അതിലുണ്ടായിരുന്ന ഡ്രൈവർ രാഘവനായിരുന്നു. അദ്ദേഹം വേഗം ഇറങ്ങി പുറത്തേക്ക് വന്നു. അവർ ശിവറാമിനെ വണ്ടിയിലേക്ക് കയറ്റി. ഇയാളെ RVRലേക്ക് കൊണ്ടുപോകണം, ആ ഗുണ്ട ഡ്രൈവറോട് പറഞ്ഞു. ഡ്രൈവർ ശരിയെന്ന മട്ടിൽ തലയാട്ടി. അത് റാവുത്തറിൻ്റെ ഹോസ്പിറ്റലായിരുന്നു. കാർ നീങ്ങി തുടങ്ങിയപ്പോൾ വിഷ്ണു വേഗം അകത്തേക്ക് ചെന്നു. അവിടെ ചെടികൾക്കിടയിൽ കാവ്യയും കാവേരിയും കാഞ്ചനയും മറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. ഗുണ്ട അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ കാവേരി വേഗം വണ്ടിയുടെ അരികിലേക്ക് ഓടി. കാവ്യയും കാഞ്ചനയും അവിടെ തന്നെ നിന്നു. അവർ അങ്ങോട്ട് ചെന്നപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഗുണ്ട വായുവിൽ പറന്നു വരുന്നത് കണ്ടത്. അയാൾ അവിടെ ഉണ്ടായിരുന്ന ഭിത്തിയിലിടിച്ച് അവരുടെ മുമ്പിലേക്ക് വീണു. വിഷ്ണുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നയാൾ പെട്ടെന്ന് അയാളുടെ അരികിലേക്ക് ഓടി വന്നു. അപ്പോഴാണ് അടുത്തയാളും തെറിച്ചു വീഴുന്നത് അവർ കണ്ടത്. അത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവറായിരുന്നു. അയാൾ ആശങ്കയോടെ വിഷ്ണുവിനെ നോക്കി. വിഷ്ണു ഒന്നും അറിയാത്തതുപോലെ കുനിഞ്ഞിരുന്ന് ആ ഗുണ്ടയുടെ കഴുത്തിൽ പിടിച്ച് ഒന്ന് തിരിച്ചു. അത് കണ്ടോണ്ടാണ് സുമിത്ര അങ്ങോട്ട് വന്നത്. എടോ, അവളെ പിടിച്ചു കെട്ട്. പെട്ടെന്ന് ആ ശബ്ദം കേട്ടു. ധൈര്യമുണ്ടെങ്കിൽ നീ എൻ്റെ മുന്നിലേക്ക് വാടാ. കൂടെ നീ പറഞ്ഞ അവനെയും കൊണ്ടുവാ, സുമിത്ര കോപത്തോടെ പറഞ്ഞു. വിഷ്ണു അവളെ പിടിച്ചതുപോലെ അഭിനയിച്ചു. അവളെ വലിച്ചുകൊണ്ട് കസേരയുടെ അരികിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ബലമായി അവളെ പിടിച്ച് അവിടെ ഇരുത്തി. കസേരയുടെ അരികിലുണ്ടായിരുന്ന കയറെടുത്ത് അവളെ കെട്ടുന്നത് പോലെ കാണിച്ചു. കയറിൻ്റെ അറ്റം പിന്നിലുടക്കി വെച്ചു. അവൾ ശക്തിയായി ഒന്ന് വലിച്ചാൽ അത് അഴിഞ്ഞു പോരുമായിരുന്നു. നിന്റെ ചാട്ടം തീർന്നോ? അയാൾ ചോദിച്ചു. മറഞ്ഞിരിക്കുന്നവരെ നേരിൽ കാണാനാണ് 2 പേരും കാത്തിരുന്നത്. ലൈവിലുള്ളവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പെട്ടെന്നാണ് ഖദർ വസ്ത്രധാരികളായ 2 പേർ അവരുടെ മുന്നിലേക്ക് വന്നത്. ആദ്യം വന്നത് റാവുത്തറായിരുന്നു. രണ്ടാമത് വന്നത് എബി പോൾ സക്കറിയ. റാവുത്തറെ കണ്ടപ്പോൾ സുമിത്രയുടെ മുഖം വലിഞ്ഞു മുറുകി. കൂടെയുള്ള ആളെ അവൾക്ക് മനസ്സിലായില്ല. എബി ഒരു ചെറിയ പുഞ്ചിരിയോടെ അവളുടെ മുമ്പിലേക്ക് വന്നു. ഞാൻ ഒരു പൊട്ടനാണെന്ന് നീ വിചാരിച്ചോ? അല്ലടി, ഞാൻ പൊട്ടനൊന്നുമല്ല. നിന്റെ മുമ്പിൽ അങ്ങനെ അഭിനയിച്ചതാ. എന്നിട്ടും നീ എൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി. അപ്പോൾ പിന്നെ എനിക്കിതല്ലേ മാർഗമുള്ളൂ? എബി അവളുടെ താടിയിൽ പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു. റാവുത്തർ അവൻ്റെ പിന്നിലായി വന്നു നിന്നു. നിന്നെ പരിചയപ്പെടാൻ കുറേ പേർ കൂടി വരുന്നുണ്ട്. എബിയും ഞാനും മാത്രമല്ല. ആരൊക്കെയാണെന്ന് നിനക്കറിയണോ? റാവുത്തർ ചോദിച്ചു. ആരാ ആരാ എന്നെ പരിചയപ്പെടാൻ ആഗ്രഹിച്ചിരിക്കുന്നത്? സുമിത്ര ചോദിച്ചു. നീ നമ്മുടെ ആളുകളെ കുറേ പേരെ കൂടെ വിളിച്ചോ? എബി വിഷ്ണുവിനോട് പറഞ്ഞു. റാവുത്തർ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി. നിന്നെ കാണാൻ വരുന്നവർ 1 കാർലോസ്, 2 മുകുന്ദൻ, വൈഗയുടെ ഭർത്താവ്, 3 ശശാങ്കൻ, നമ്മുടെ സരയു ആശുപത്രിയുടെ MD ആണ്. അവരുടെ പേര് കേട്ടപ്പോൾ നിനക്ക് സമാധാനമായില്ലേ? പെട്ടെന്ന് റാവുത്തർ ഒന്ന് കൈഞ്ഞൊടിച്ചു. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു മുറിയിൽ നിന്ന് ഗുണ്ടകളെപ്പോലെ തോന്നിക്കുന്ന കുറേ പേർ പുറത്തേക്ക് വന്നു. അവരുടെ മുഖത്തേക്ക് നോക്കിയാലേ ഭയം തോന്നുമായിരുന്നു. വിഷ്ണു സുമിത്രയുടെ അരികിലേക്ക് വന്നു. അവൻ്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. അവൻ സുമിത്രയുടെ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടി. അപ്പോഴേക്കും ലൈവ് കട്ടായിരുന്നു. അവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയാതെ ജനങ്ങൾ ഇളകി. പോലീസ് ജീപ്പ് അങ്ങോട്ട് പാഞ്ഞു. മാസ്കും തൊപ്പിയും ധരിച്ച 2 പെൺകുട്ടികൾ കൂടി അങ്ങോട്ട് വന്നു. ആഹാ, നമ്മുടെ കൂടെ പെൺകുട്ടികളും ഉണ്ടായിരുന്നു? എബി അത്ഭുതത്തോടെ ചോദിച്ചു. സുമിത്ര ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ പോക്കറ്റിൽ നിന്ന് ബോൾ പുറത്തേക്കെടുത്തു. ആദ്യം എബിയുടെ നേരെ നീട്ടി ബട്ടൺ പ്രസ് ചെയ്തു. അടുത്തത് റാവുത്തറിൻ്റെ നേരെയും. എന്നിട്ട് അവൾ ശക്തിയായി ദേഹം കുടഞ്ഞു. എബിയും റാവുത്തറും ഞെളിപിരി കൊള്ളുന്നുണ്ടായിരുന്നു. പിന്നിലുണ്ടായിരുന്ന ഗുണ്ടകൾ അവരുടെ അരികിലേക്ക് വന്നു.
ഒന്ന് കണ്ണ് ചിമ്മുന്ന സമയം കൊണ്ട് വിഷ്ണു ആക്രമണം തുടങ്ങി. പിന്നിലുണ്ടായിരുന്ന ഗുണ്ടകളെയാണ് അവൻ ആദ്യം ആക്രമിച്ചത്. ഒരാൾ സുമിത്രയുടെ നേരെ തോക്കുമായി വന്നു. അവൾ പെട്ടെന്ന് കാലുയർത്തി തോക്ക് തട്ടിത്തെറിപ്പിച്ചു. എന്നിട്ട് അയാളുടെ വയറിൽ ആഞ്ഞു ചവിട്ടി. കാവ്യയും കാഞ്ചനയും കൂടി ഒരുത്തനെ ആക്രമിച്ചു. അതിനിടയിൽ പിന്നിൽ നിന്ന് വിഷ്ണുവിനെ ആക്രമിക്കാൻ വന്ന ഒരുത്തനെ അവർ മുടിക്കുത്തിൽ പിടിച്ച് വലിച്ച് താഴെയിട്ടു. റാവുത്തറിൻ്റെയും എബിയുടെയും വെള്ള കതർ വസ്ത്രങ്ങളിൽ ചുവപ്പ് പടർന്നു. പെട്ടെന്നാണ് ഗംഗയും കാർത്തിയും അങ്ങോട്ട് കയറി വന്നത്. ഗംഗയെ കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. അവർ റാവുത്തറെയും എബിയെയും വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. തമ്പിയുടെ ആളുകൾ പുറത്ത് കാത്തുനിൽപ്പുണ്ടായിരുന്നു. അവർ റാവുത്തറെയും എബിയെയും കൊണ്ടുപോയി. ഗുണ്ടകളെല്ലാം താഴെ വീണിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പോലീസുകാരെത്തി. പിന്നാലെ മാധ്യമപ്രവർത്തകരും. പോലീസുകാർ തോക്കുമായി മെല്ലെ അകത്തേക്ക് കയറി. അവർ ഓരോ മുറിയും പരിശോധിച്ചു. അവിടെ അകത്തെ മുറിയിൽ കസേരയിൽ ഗംഗ ഇരിപ്പുണ്ടായിരുന്നു. അവളെ കസേരയിൽ ചേർത്ത് കെട്ടിയിരിക്കുകയാണ്. മുഖത്ത് പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. ഒരാൾ അവളെ രക്ഷിച്ചപ്പോൾ ബാക്കിയുള്ള പോലീസുകാർ അടുത്ത മുറിയിലേക്ക് പോയി. അവിടെ 2-3 ഗുണ്ടകൾ നിലത്ത് കിടപ്പുണ്ട്. അങ്ങോട്ട് കയറുമ്പോഴേ മദ്യത്തിൻ്റെ നാറ്റമാണ്. പോലീസുകാർ ഓരോ മുറിയും പരിശോധിച്ചു. ഒരു മുറിയിൽ നിന്ന് റാവുത്തറിൻ്റെയും എബിയുടെയും ഫോണുകൾ കണ്ടുകിട്ടി. ഗംഗയെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ മാധ്യമപ്രവർത്തകർ അവളുടെ മുമ്പിൽ തടിച്ചുകൂടി. അവൾ ആകെ ക്ഷീണിതയായിരുന്നു. എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കണമെന്ന് പോലീസുകാർ പറഞ്ഞെങ്കിലും മാധ്യമപ്രവർത്തകർ അവളോടൊരു വാക്കുപോലും ചോദിക്കാതെ വിടാൻ കൂട്ടാക്കിയില്ല. റാവുത്തറും എബിയും എവിടെ? അവർ ഗംഗയോട് ചോദിച്ചു. തുടരും.